ഹായ്, നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. ദ കമ്പ്യൂട്ടർ ജനറേഷൻസ്. 4 ജനറേഷൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. We have already discussed about some of early computer, ENIAC, EDVAC, EDSAC, etc. This machine and other of their time were made possible by the invention of vacuum tubes, which was a fragile glass device that could control and amplify electronic signals. This vacuum tube computer referred to as first generation computer. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നലുകളെ നിയന്ത്രിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു ദുർബലമായ ഗ്ലാസ് ഉപകരണമായ വാക്യൂം ട്യൂബുകളെ പരാമർശിച്ചാണ് ഈ മെഷീൻ സാധ്യമാക്കിയത്. എന്താണ് ഫസ്റ്റ് ജനറേഷൻ? ഇലക്ട്രോണിക് സിഗ്നലുകളെ നിയന്ത്രിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു ദുർബലമായ ഗ്ലാസ് ഉപകരണമായ വാക്യൂം ട്യൂബുകളെ പരാമർശിച്ചാണ് ഈ മെഷീൻ സാധ്യമാക്കിയത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് വാക്യൂം ട്യൂബ് ഉപയോഗിച്ചാണെന്നാണ് പറയുന്നത്. This machine and other of their time were made possible by the invention of vacuum tubes, which was a fragile glass device that could control and amplify electronic signals. This vacuum tube computer referred to as first generation computer. ഇതിൽ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? വാക്യൂം ട്യൂബുകളെ കൊണ്ടാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. വാക്യൂം ട്യൂബ് വെയർ ദ ഓൺലി ഇലക്ട്രോണിക് കോമ്പണൻറ്റ് അവൈലബിൾ ഡ്യൂറിങ് ദിസ് ഡേയ്സ്. ഈ വാക്യൂം ട്യൂബ് എന്താണ്? ഈ കാലത്ത് ലഭ്യമായ ഒരു ഇലക്ട്രോണിക് ഘടകമാണ് വാക്യൂം ട്യൂബ്. സെക്കൻഡ് വൺ, വാക്യൂം ട്യൂബ് ടെക്നോളജി മെയ്ഡ് പോസിബിൾ ദ അഡ്വൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഈ വാക്യൂം ട്യൂബ് ടെക്നോളജി ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ വരവിനെ സാധ്യമാക്കി. Third one, this computer were the fastest calculating device of this time. They could perform computation in milliseconds. ഇതാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? Too bulky in size. Second one, unreliable and non-portable. Third one, AC required. Fourth one, frequent hardware failure. Fifth one, constant maintenance required. Sixth one, manual assembly of individual components into a functional unit required. Commercial production was difficult and costly. Last one, limited commercial use. ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. ഒന്നുകൂടെ പറയാം. ടു ബൾക്കി ഇൻ സൈസ്. നല്ല വലിപ്പമുള്ളതായിരുന്നു, നല്ല വലിയൊരു കമ്പ്യൂട്ടറായിരുന്നു. സെക്കൻഡ് വൺ, അൺറിലയബിൾ ആൻഡ് നോൺ പോർട്ടബിൾ. ഇതെന്താണ്? വിശ്വസനീയമല്ലാത്തതും അതുപോലെ നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുമായിരുന്നു. തേർഡ് വൺ, AC റിക്വയർഡ്. AC ആവശ്യമായിരുന്നു. ഫ്രീക്വൻറ്റ് ഹാർഡ്വെയർ ഫെയിലർ. കൂടെയുള്ള ഹാർഡ്വെയർ ഫെയിലറൊക്കെ ഉണ്ടായിരുന്നു. കോൺസ്റ്റൻറ്റ് മെയിൻ്റനൻസ് റിക്വയർഡ്. പിന്നെന്താണ്? മാനുവൽ അസംബ്ലി ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഇൻടു എ ഫങ്ഷണൽ യൂണിറ്റ് റിക്വയർഡ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസ് ഒക്കെ നല്ല ഡിഫിക്കൽട്ടും അതുപോലെ കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെന്താണ്? ലിമിറ്റഡ് കൊമേഴ്ഷ്യൽ യൂസ്. പരിമിതമായ വാണിജ്യ ഉപയോഗം പറയാം. ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. 8 ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞതിന്. ഇനി സെക്കൻഡ് ജനറേഷൻ. എന്താണ് സെക്കൻഡ് ജനറേഷൻ? The transistor, a smaller and more reliable successor to the vacuum tubes, was invented in 1947. However, computers that used the transistor were not produced in quality until over a decade later. The second generation computer emerged with transistor being the brain of the computer. എന്താണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് എന്താണ്? ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ വാക്യൂം ട്യൂബുകളെക്കാട്ടിലും ചെറുതും വിശ്വസനീയമായതുമായിരുന്നു.
ഈ ട്രാൻസിസ്റ്റർ ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ ആണ്. ഈ ട്രാൻസിസ്റ്റർ വാക്യൂം ട്യൂബുകളേക്കാൾ ചെറുതും അതുപോലെ വിശ്വസനീയമായതുമായിരുന്നു. ഇതെന്താണ്, ഇതൊരു ദശാബ്ദത്തിലേറെയായി ഗുണനിലവാരത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല ഇത് സെക്കൻഡ് ജനറേഷൻ. ഇപ്പം എന്താണ്, ദ ട്രാൻസിസ്റ്റർ എ സ്മോളർ ആൻഡ് മോർ റിലയബിൾ സക്സസർ ടു ദ വാക്യൂം ട്യൂബ് was invented in 1947. However, computers that used the transistor were not produced in quality until over a decade later. The second generation emerged with transistor being the brain of the computer. അപ്പോൾ ഇതാണ് സെക്കൻഡ് ജനറേഷൻ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സ്മോളർ ഇൻ സൈസ് ഹാസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. More reliable than first generation. Less heat. This computer were able to reduce computational time from milliseconds to microseconds. Less hardware failure. Better portability. Wider commercial use. അഡ്വാൻറ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ, സ്മോളർ ഇൻ സൈസ് ഹാസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെക്കാട്ടും ചെറിയ തോതിലുള്ളതായിരുന്നു ഇത്. സെക്കൻഡ് വൺ, മോർ റിലയബിൾ ദാൻ ഫസ്റ്റ് ജനറേഷൻ. അതുപോലെ മോർ റിലയബിൾ ദാൻ ഫസ്റ്റ് ജനറേഷൻ, ആദ്യ ജനറേഷനേക്കാട്ടി കൂടുതൽ വിശ്വസനീയമായിരുന്നു. ലെസ് ഹീറ്റ്. ദിസ് കമ്പ്യൂട്ടർ വെയർ ഏബിൾ ടു റെഡ്യൂസ് കമ്പ്യൂട്ടേഷണൽ ടൈം ഫ്രം മില്ലി സെക്കൻഡ്സ് ടു മൈക്രോ സെക്കൻഡ്സ്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ ടൈം എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സ് മൈക്രോ സെക്കൻഡ്സിലേക്കായിരുന്നു. നെക്സ്റ്റ് വൺ, ലെസ് ഹാർഡ്വെയർ ഫെയിലർ. ഹാർഡ്വെയർ ഫെയിലറൊക്കെ കുറവായിരുന്നു. പിന്നെ ബെറ്റർ പോർട്ടബിലിറ്റി. പിന്നെന്താണ്, വൈഡർ കൊമേഴ്ഷ്യൽ യൂസ്, വിശാലമായ വാണിജ്യ ഉപയോഗം. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, സ്മോളർ ഇൻ സൈസ് ഹാസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. Second one, more reliable than first generation. Third one, less heat. Fourth one, this computer were able to reduce computational time from milliseconds to microseconds. Fifth one, less hardware failure. Sixth one, better portability. Seventh one, wider commercial use. അപ്പോൾ ഇതാണ് ആ അഡ്വാൻറ്റേജസ്. ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, 4 ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇതിന് പറയുന്നത്. First one, AC required. Second, frequent maintenance required. Third, manual assembly of individual component into functioning unit was required. Fourth, commercial production was difficult and costly. അപ്പോൾ എന്താണ്, ഫസ്റ്റ് വൺ AC required, AC ആവശ്യമായിരുന്നു. സെക്കൻഡ് വൺ, ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് റിക്വയർഡ്. എന്നാൽ പതിവായിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഇതിന് ആവശ്യമായിരുന്നു അറിയുന്നത്. തേർഡ്, മാനുവൽ അസംബ്ലി ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻറ്റ് ഇൻ ടു ഫങ്ഷനിങ് യൂണിറ്റ് വാസ് റിക്വയർഡ്. ഫോർത്ത്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസൊക്കെ നല്ല ഡിഫിക്കൽട്ടും അതുപോലെ കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്? AC റിക്വയർഡ്, ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് റിക്വയർഡ്, മാനുവൽ അസംബ്ലി of individual component into functioning unit was required, commercial production was difficult and costly. ഇതാണ്. നെക്സ്റ്റ് വൺ, തേർഡ് ജനറേഷൻ. എന്താണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? Advance in electronic technology continued and the advent of microelectronics technology made it possible to integrate large number of circuit elements into very small surface silicons known as chips. This new technology was called integrated circuit. The third generation was based on IC technology and the computer that were designed with use of integrated circuit were called third generation. അപ്പം തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പം IC ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത് ഇതിൽ. എന്താണ്? അഡ്വാൻസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജി കണ്ടിന്യൂഡ് ആൻഡ് ദ അഡ്വെൻറ്റ് ഓഫ് മൈക്രോ ഇലക്ട്രോണിക്സ് ടെക്നോളജി മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ഇൻ്റഗ്രേറ്റ് ലാർജ് നമ്പർ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് ഇൻ ടു വെരി സ്മോൾ സർഫേസ് സിലിക്കൺ നോൺ ആസ് ചിപ്സ്. ദിസ് ന്യൂ ടെക്നോളജി വാസ് കോൾഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. Third generation was based on IC technology.
And the computer that were designed with use of integrated circuit were called third generation. അപ്പോൾ ഇതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ നോക്കാം. 9th അഡ്വാൻറ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ്, സ്മോൾ സൈസ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ. Second, even more reliable than second generation. Third, the computer were able to reduce computational time microseconds to nanoseconds. Fourth, maintenance cost is low because hardware failure are rare. Fifth, easily portable. Sixth, totally general purpose. Seventh, less power requirements previous generation computer. 8. Manual assembly of individual component into a functioning unit not required. 9th, commercial production was easier and cheaper. എന്താണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ്, സ്മോൾ സൈസ് ആയിരുന്നു ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷനെക്കാളും സ്മോൾ സൈസ് ആയിരുന്നു. ഈവൻ മോർ റിലയബിൾ ദാൻ സെക്കൻഡ് ജനറേഷൻ. പിന്നെന്താണ്? The computer were able to reduce computational time microseconds to nanoseconds. ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ ടൈം മൈക്രോസെക്കൻഡ്സിൽ നിന്നും നാനോ സെക്കൻഡ്സിലേക്കായിരുന്നു. ഫോർത്ത് വൺ, മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ ബിക്കോസ് ഹാർഡ്വെയർ ഫെയിലർ ആർ റെയർ. നെക്സ്റ്റ്, ഈസിലി പോർട്ടബിൾ, ടോട്ടലി ജനറൽ പർപ്പസ്, ലെസ് പവർ റിക്വയർമെൻറ്റ് പ്രീവിയസ് ജനറേഷൻ കമ്പ്യൂട്ടർ. Manual assembly of individual component into a functioning unit not required. Last one, commercial production was easier and cheaper. ഇപ്പോൾ ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡിസ്അഡ്വാൻറ്റേജസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. AC was required in many cases. ഇനി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. എന്താണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഇൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ചൂസ് മൈക്രോ പ്രോസസ് ചിപ്സ്, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കിംഗ് അബൌട്ട് 5000 ട്രാൻസിസ്റ്റർ ഓൺ എ സിംഗിൾ ചിപ്പ് ഹാവ് കം ഇൻ ടു എക്സിസ്റ്റഡ്. എന്നുവെച്ചാൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ചൂസ് ചെയ്തത് എന്താണ്? മൈക്രോ പ്രോസസ് ചിപ്സ് ആയിരുന്നു. എന്താണ് പിന്നെ പറയുന്നത്? വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കിംഗ് അബൌട്ട് 5000 ട്രാൻസിസ്റ്റർ ഓൺ എ സിംഗിൾ ചിപ്പ് ഹാവ് കം ഇൻ ടു എക്സിസ്റ്റഡ്. എന്താണ്? ഒരു സിംഗിൾ ചിപ്പിൽ ഏകദേശം 5000 ട്രാൻസിസ്റ്റർ പാക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ തോതിലുള്ള എന്താണ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിലാണ് നിലവിൽ വന്നത്. അതെന്താണ്? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ചൂസ് മൈക്രോ പ്രോസസ് ചിപ്സ്, very large scale integrated circuit packing about 5000 transistor on a single chip have come into existed. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. എട്ട് അഡ്വാൻറ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, സ്മോളസ്റ്റ് ഇൻ സൈസ്. സെക്കൻഡ് വൺ, വെരി റിലയബിൾ. Third one, heat generated is negligible. Fourth one, no AC required in many cases. Fifth one, much faster in computation than previous generation. Sixth, hardware failure is negligible. Seventh, easily portable. Eighth, totally general purpose. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ എന്താണ്? സ്മോളസ്റ്റ് ഇൻ സൈസ്, സ്മോളസ്റ്റ് ഇൻ സൈസ്, വെരി റിലയബിൾ. പിന്നെന്താണ്? ഹീറ്റ് ജനറേറ്റർ ഈസ് നെഗ്ലിജിബിൾ. പിന്നെന്താണ്? നോ AC റിക്വയർഡ് ഇൻ മെനി കേസസ്, മച്ച് ഫാസ്റ്റർ ഇൻ കമ്പ്യൂട്ടേഷൻ ദൻ പ്രീവിയസ് ജനറേഷൻ, ഹാർഡ്വെയർ ഫെയിലർ ഈസ് നെഗ്ലിജിബിൾ, ഈസിലി പോർട്ടബിൾ, ടോട്ടലി ജനറൽ പർപ്പസ്. ഇതിനെന്താണ്? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന് അഡ്വാൻറ്റേജസ് മാത്രമേ, ഡിസ്അഡ്വാൻറ്റേജസ് ഒന്നുമില്ല.
അപ്പം ഇതാണ് 4th ജനറേഷൻ കമ്പ്യൂട്ടർ. ഇപ്പം നമ്മൾ പറഞ്ഞത് 4 ജനറേഷൻസ് ആണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, 4th ജനറേഷൻ. അപ്പോൾ ഓൾ താങ്ക് യു ഓൾ.